ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. ആദർശ് നയനയുടെ തലയിൽ പൂവൊക്കെ വെച്ച് കൊടുക്കുന്നത് അനാമിക കാണുന്നുണ്ട്. അത് അനാമികയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നവ്യ റൂമിലേക്ക് വരുമ്പോൾ ആദർശ് നയനയെ എടുത്ത് വട്ടം കറക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. നയനെ വിളിക്കാൻ തുടങ്ങിയിട്ട് നവ്യ അങ്ങ് ആദർശ് ദേവയാനിയുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട് ഒരു യാത്ര പോകുന്നതിനെക്കുറിച്ച്. അപ്പം ദേവയാനി പറയും, നിൻ്റെ ശ്വാസം മുട്ടൽ കാണുമ്പോഴേ അറിയാം അവളേക്കാൾ കൂടുതൽ യാത്ര പോകാൻ തിടുക്കം നിനക്കാണെന്ന്. അപ്പോൾ ആദർശ് പറയാം, ഇല്ലമ്മ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയും. ഇനി എന്തായാലും ഒരു യാത്ര ഞാനായിട്ട് മുടക്കിയില്ലേ, ഇനിയിപ്പം മുടക്കാനൊന്നും പോകുന്നില്ല, എവിടാണെന്ന് വെച്ചാൽ ഭാര്യയും കൊണ്ട് പൊക്കോളാൻ പറയും. അപ്പോൾ ആദർശിന് സന്തോഷമാകുന്നുണ്ട്. ദേവയാനി അങ്ങനെ പറഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരിക്കാം ആദർശ് വന്ന് നയനെ എടുത്ത് വട്ടം കറക്കുന്നതൊക്കെ കാണിക്കുന്നത്. എന്നിട്ട് ആദർശും നയനയും ഒരുങ്ങി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നത് കാണിക്കുന്നുണ്ട്. ആദർശും നയനയും കൂടെ കാറിൽ കയറാനായിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേന് ദേവയാനിയും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഇവർ കാറിൽ പോകുന്നത് നോക്കി നിൽക്കുന്നു. അപ്പം ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് നയനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്താണ് ദേവയാനി കണ്ണ് തുടയ്ക്കുന്നത് കാണുന്നത്. അപ്പം നയനയ്ക്ക് എന്തോ ഒരു ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയെ നോക്കിയിട്ട് നയനയും ആദർശും കാറിൽ കയറി അങ്ങ് പോകും. അവർ പോയി കഴിയുമ്പം ദേവയാനി കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ പോകുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കണേ എന്ന് പറഞ്ഞ്. ദേവയാനിക്ക് സന്തോഷമാണോ ദേഷ്യമാണോ എന്നൊക്കെയുള്ള കാര്യം നയനയ്ക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശും നയനയും കൂടെ ഒരു ഹോട്ടൽ റൂമിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും തന്നെയുള്ള കുറേ ദിവസങ്ങൾ ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഒരു സ്വപ്നം പോലെ തോന്നുന്നു എന്നൊക്കെ പറയും. അത് കേട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നയന ആദർശിനെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ആഴ്ചത്തെ പ്രൊമോ അവസാനിക്കുന്നത്. വരും ദിവസങ്ങളിൽ നയനയുടെയും ആദർശിൻ്റെയും പ്രണയങ്ങളും ദേവയാനിയുടെ സ്നേഹമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും.